നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ATM കവർച്ചാശ്രമം. പ്രതി ഒഡീഷ സ്വദേശി സുനിൽ നായിക് പോലീസ് കസ്റ്റഡിയിൽ. മോഷണശ്രമം നടന്നത് പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMൽ. സമീപത്തെ ഒരു കടയും പ്രതി കുത്തി തുറന്നു. 1-ാം ക്ലാസ്സിലെ വിദ്യാലയ പ്രവേശനത്തിന് കുട്ടികളുടെ ആധാർ സമർപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിക്കണമെന്ന് KPST പാലക്കാട് അസോസിയേഷൻ നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേറിട്ട പദ്ധതിയുമായി ഒറ്റപ്പാലം BRCക്ക് ഒരു കത്ത് പദ്ധതിക്ക് തുടക്കം. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് BJP. പാതയിലെ കുഴികളിൽ ഭരണാധികാരികളുടെ മുഖം പതിച്ച വാഴകൾ നട്ട് പ്രതിഷേധം. 2021 നിർമ്മാണോദ്ഘാടനം നടന്ന പാത ഇന്നും അവഗണനയിലെന്ന് BJP നേതാക്കൾ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ATM കവർച്ചാശ്രമം. സംഭവത്തിൽ ഒഡീഷ സ്വദേശി പോലീസിന്റെ കസ്റ്റഡിയിൽ. നഗരത്തിലെ മറ്റൊരു കടയിലും പ്രതി മോഷണശ്രമം നടത്തിയിട്ടുണ്ട്. പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMാണ് പ്രതി തകർക്കാൻ ശ്രമിച്ചത്. നഗരത്തിലെ തന്നെ പുത്തൻപള്ളിക്ക് സമീപമുള്ള മറ്റൊരു കടയും പൊളിക്കാൻ ശ്രമിച്ചു. സംഭവത്തിൽ ഒറീസ സ്വദേശി സുനിൽ നായികിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ATMൽ മോഷണത്തിന് ശ്രമിച്ചതോടെ അലാറം അടിക്കുകയായിരുന്നു. മുംബൈ ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനത്തിൽ നിന്ന് പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് CI സിജോയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് BJP പ്രവർത്തകർ റോഡിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ ഫോട്ടോ പതിച്ച വാഴകളാണ് റോഡിലെ കുഴികളിൽ വെച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. BJP ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. 2021 ഫെബ്രുവരി മാസം 16-ാം തീയതി ഈ മാന്നന്നൂർ വാണിയംകുളം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം അതികേമമായി നടത്തിയ ഇടതുപക്ഷ സർക്കാർ ഈ 4 കൊല്ലമായി ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തിക്കാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഓഫീസുകളടക്കമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ആളുകൾ എന്തിനാണ് ഈ നാട് ഭരിക്കുന്നത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. വാണിയംകുളം ഏരിയ പ്രസിഡന്റ് P. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുമാ ബാബു, മണ്ഡലം സെക്രട്ടറി P. വിജുകണ്ണൻ, മനിശ്ശേരി ഏരിയ പ്രസിഡന്റ് AC സുബ്രഹ്മണ്യൻ, K. വിജയകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ TG ശാലിനി, KT ആശാദേവി എന്നിവർ നേതൃത്വം നൽകി. 2021 ഫെബ്രുവരി 16-ന് നിർമ്മാണോദ്ഘാടനം നടന്ന റോഡ് 4 വർഷം പിന്നിട്ടിട്ടും പഴയപടി തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുട്ടികളുടെ ആധാർ സമർപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിക്കണമെന്ന് KPST പാലക്കാട് നടന്ന അസോസിയേഷൻ സബ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കേരളത്തിൽ ആദ്യമായി 1 വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ 0.5 1% ഫിറ്റ്മെന്റ് തന്നത് കരുണാകരൻ്റെ കാലത്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കണം. ആദ്യമായി ഓണത്തിന് ബോണസ് തന്നത് കരുണാകരൻ്റെ കാലത്താണ്. അപ്പോൾ എന്തായാലും നമ്മളെപ്പോലെ 30 വർഷം സർവീസുള്ള ഒരാൾക്ക് 15% ഫിറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളമൊക്കെ ഇന്ന് കിട്ടുന്നതിനേക്കാളും ഒരുപാട് ഉയരത്തിലാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അധ്യാപകനെ ഏറ്റവും അവഹേളിച്ചതൊക്കെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ്. ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് നമ്മളെ ദിവസക്കൂലിക്കാരായിട്ട് തരം താഴ്ത്തിയത്. അതുവരെ നമ്മൾ ദിവസക്കൂലിക്കാരായിരുന്നില്ല. അധ്യാപകർ ദിവസ വേതനം വാങ്ങിക്കുന്ന ആളുകളല്ല. നമുക്ക് സാലറി കിട്ടുമായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്കൂളിലും നിങ്ങളുടെ സ്കൂളിലുമൊക്കെ ഭിന്നശേഷിയുടെ വിഷയം പറഞ്ഞ് നമ്മുടെ അധ്യാപകരെ ദിവസക്കൂലിക്കാരായി മാറ്റിയത് ഈ ഇടതുപക്ഷം വന്ന ശിവദാസ മേനോന്റെ കാലം തൊട്ടാണ്, നമുക്കറിയാം. 6-ാം പ്രവൃത്തി ദിനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ ആധാർ ചേർക്കാനുള്ള അവസരമില്ല. EID ഉള്ള കുട്ടികളെപ്പോലും എണ്ണത്തിൽ കണക്കാക്കാത്തതുമൂലം ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമൊരുക്കി പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ
സർക്കാർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കുക, ഉച്ചഭക്ഷണ തുക മുൻകൂറായി അനുവദിക്കുക, അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുക, പ്രിൻസിപ്പൽ നിയമനം സമയബന്ധിതമായി നടത്തുക, ഹയർ സെക്കൻഡറി ഉൾപ്പെടെ എല്ലാ സ്കൂളിലും കായികാധ്യാപകരുടെ തസ്തിക അനുവദിക്കുക, 2012 ശേഷമുള്ള എല്ലാ പ്രീ പ്രൈമറികൾക്കും അംഗീകാരം നൽകുക, പ്രൈമറി പ്രധാനാധ്യാപകരെ ഇംപ്ലിമെൻറ്റിംഗ് ചാർജിൽ നിന്ന് ഒഴിവാക്കുകയോ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർക്ക് പകരം HTV തസ്തിക അനുവദിക്കുകയോ ചെയ്യുക എന്നീ പ്രമേയങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു. സബ് ജില്ലാ പ്രസിഡന്റ് അനൂപ് അബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രമേഷ് പാറപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ, സെക്രട്ടറി M ശ്രീജിത്ത്, സുമേഷ് കുമാർ, രാജ്മോഹൻ, മുരളീധരൻ, കിഷോർ കുമാർ, സത്യനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആധുനിക കാലത്തെ സംഘടനാ നേതൃത്വം എന്ന വിഷയത്തിൽ ഗിരീഷ് ലാൽ ഗുപ്തയും അക്കാദമിക രംഗത്തെ പ്രതിസന്ധികളിൽ സംഘടനയുടെ ഇടപെടൽ എന്ന വിഷയത്തിൽ ML രാജ്മോഹനും സമഗ്ര പ്ലസിനെക്കുറിച്ച് ഷിനോയ് ലാസറും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ ഉണർത്തി പരിപോഷിപ്പിക്കുന്നതിന് വേറിട്ട വഴികളുമായി ഒറ്റപ്പാലം BRC. ബഡ്ഡിംഗ് റൈറ്റേഴ്സിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം BRCക്ക് ഒരു കത്ത് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം K. പ്രേംകുമാർ MLA നിർവഹിച്ചു. BPC PM വെങ്കിടേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കത്തുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സിനിമാ നടി അനുമോൾ വിദ്യാർത്ഥികളോട് സംവദിച്ചു. KM വിശ്വദാസ് പദ്ധതി വിശദീകരിച്ചു. ഗീത, M ശ്രുതി, K സുനിത, SCRT റിസർച്ച് ഓഫീസർ ഡോക്ടർ PT അജീഷ്, EP ഗിരീഷ്, തപാൽ വകുപ്പ് പ്രതിനിധി ഡോക്ടർ ശ്രീദേവി വാര്യർ എന്നിവർ പ്രസംഗിച്ചു. BRC പരിധിയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുത്തിലും വായനയിലുമുള്ള അഭിരുചികൾ ഊട്ടിയുറപ്പിക്കുക എന്ന ശ്രമകരമായ ഇടപെടലാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ഈ അധ്യയന വർഷത്തെ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളിൽ നിന്ന് BRCക്ക് ഒരു കത്ത് എന്ന പദ്ധതിയിലൂടെ സർഗാത്മക കഴിവുകൾ ശേഖരിക്കും. കവിതയോ കഥയോ ലേഖനങ്ങളോ യാത്രാവിവരണങ്ങളോ ഡയറിക്കുറിപ്പുകളോ മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലുമോ എഴുതി പോസ്റ്റ് ചെയ്യാം. തപാൽ വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് പദ്ധതി. കുട്ടികളിൽ കത്തെഴുതുന്ന ശീലം വർദ്ധിപ്പിക്കാനും ഇത് സഹായകരമാകും. എഴുതി അയക്കുന്ന സൃഷ്ടികളിൽ മികവുറ്റവ തിരഞ്ഞെടുത്ത് പുസ്തകമായി പ്രസിദ്ധീകരിക്കും. BRCക്ക് കീഴിൽ 83 സ്കൂളുകളിലായി 20,000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പനയൂരിൽ പന്നിക്ക് വെച്ച വൈദ്യുതിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. പനയൂർ അറമ്പറ്റ വീട്ടിൽ മാലതിക്കാണ് ഷോക്കേറ്റത്. മാലതിയുടെ മകൻ പ്രേംകുമാറാണ് പന്നിക്ക് വൈദ്യുതിക്കണി സ്ഥാപിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 സമീപത്തുകൂടി പാൽ സൊസൈറ്റിയിലേക്ക് പോകുകയായിരുന്ന ബന്ധു ഷീബയാണ് മാലതി ഷോക്കേറ്റ് പിടയുന്നത് ആദ്യം കണ്ടത്. ഓടിയെത്തിയപ്പോൾ കമ്പിയിൽ വൈദ്യുതിയുണ്ടെന്ന് മനസ്സിലാക്കിയ ഷീബ സമീപവാസികളായ മോഹനൻ, വിജയകുമാർ എന്നിവരെ വിവരമറിയിക്കുകയായിരുന്നു. ഇവരെത്തി ഉണങ്ങിയ മരക്കഷ്ണം എടുത്ത് അടിച്ചാണ് വൈദ്യുത കമ്പിയിൽ നിന്നുള്ള ഷോക്ക് വേർപെടുത്തിയത്. വയോധികയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. മാലതിക്ക് ഇടതുകൈയിൽ ഗുരുതരമായി പരിക്കുണ്ട്. സംഭവത്തിൽ മകൻ പ്രേംകുമാറിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന് മുന്നിലുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് ഇയാൾ വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ളതെന്ന് കണ്ടെത്തി. വീട്ടുപരിസരത്ത് സ്ഥിരമായി കാട്ടുപന്നി ശല്യമുണ്ടെന്നും അതിനാലാണ് പന്നിക്കടി സ്ഥാപിച്ചതെന്നുമാണ് പ്രേംകുമാർ പോലീസിന് നൽകിയ മൊഴി. ഷൊർണൂർ പോലീസും KSCB അധികൃതരും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കർഷക സംഘം പരുത്തിപ്പുള്ളി വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് സെക്രട്ടറി KA ശിവദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് K ശിവൻ കർഷകരെ ആദരിച്ചു.
വില്ലേജ് സെക്രട്ടറി PS പ്രേംനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MP കുഞ്ചു പതാക ഉയർത്തി. R രാജകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഇന്ത്യയിലെ ഒരു കണക്ക് എടുത്തപ്പോൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റു ലോകരാജ്യങ്ങളിലെല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടാത്ത കണക്ക് നോക്കിയാൽ 128ാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ സ്ഥാനം മാറിക്കഴിഞ്ഞുവെന്നാണ് ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കണക്ക് പ്രകാരമാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരം 128ാമത് സ്ഥാനത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അതിരൂക്ഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ദാരിദ്ര്യമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയെ ഭരിക്കുന്ന ഭരണാധികാരികൾ ദേശമംഗലത്ത് മാനസികാസ്വാസ്ഥമുള്ള യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കറ്റുവട്ടൂർ കപ്പരാത്തുപറമ്പിൽ 44 വയസ്സുള്ള ഹരിദാസിനെയാണ് ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൊർണൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സേവാഭാരതി ജില്ലാ വാർഷിക പൊതുയോഗം പെരിങ്ങോട്ടുകുരിശി പിലാപ്പുള്ളിയിൽ സംഘടിപ്പിച്ചു. റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജയന്തി വാസൻ ഉദ്ഘാടനം ചെയ്തു. KN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാകേഷ് നായർ, ഡോക്ടർ വിജിത്ത്, M ഹരീഷ്, ഗോപാലൻകുട്ടി മാസ്റ്റർ, K സുധീർ, ഡോക്ടർ രാജേഷ്, M ഉണ്ണികൃഷ്ണൻ, CP ഗിരീഷ് എന്നിവർ സംസാരിച്ചു. എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ സാമൂഹ്യ സേവനത്തോടൊപ്പം തന്നെ ബൗദ്ധികമായ ഒരു ഉണർവിന് വേണ്ടി ഒരു സേവാഭാരതി എന്തെങ്കിലും, അതായത് ഒരു ബൗദ്ധിക കൂട്ടായ്മ ഇതിന് വേണം. കാരണം ഭാരതീയ വിചാരകേന്ദ്രം പോലെ ഹൈന്ദവ സംഘടനകൾക്ക് ഒരു ചിന്തിക്കുന്ന ഒരു കൂൾ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ കൂടുതലും ഹൈന്ദവ സംഘടനയുമായി കാലാകാലങ്ങളായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ വീക്ഷണങ്ങളുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങളെപ്പോലെ സ്വതന്ത്രരായി നിൽക്കുന്ന ആളുകളുടെ വീക്ഷണങ്ങൾ കേൾക്കാറ്. യൂത്ത് കോൺഗ്രസ് പറളി മണ്ഡലം കൺവെൻഷൻ പറളിയിൽ നടന്നു. വേരെ എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ KPCC സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ഹക്കീം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, സംസ്ഥാന സെക്രട്ടറി ജിസാൻ മുഹമ്മദ്, നവാസ് മുഹമ്മദ്, KS അഫ്സർ, സജിലേഷ് തലപ്പറ്റ, ഗുരുവായൂരപ്പൻ, വാർഡ് മെമ്പർമാരായ MV ചമ്പകമല്ലി, പ്രീത ടീച്ചർ എന്നിവർ സംസാരിച്ചു. പന്നിശല്യവും ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചതോടെ പാതയോരത്തെ പൊന്തക്കാടുകൾ വെട്ടിമാറ്റുകയാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. 5ാം വാർഡിലെ മുഴുവൻ പാതയോരങ്ങളിലെയും പൊന്തക്കാടുകൾ വെട്ടിമാറ്റാനാണ് തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും 4 കാടുവെട്ടി യന്ത്രങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അൻവർ സാദിഖ് പറഞ്ഞു. സ്വന്തം ചിലവിലാണ് പ്രവർത്തികൾ നടത്തുന്നത്. യാത്രക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ കാടുവെട്ടിമാറ്റൽ പ്രവർത്തിക്ക് തുടക്കം കുറിച്ചത്. പകൽ പോലും പന്നിശല്യവും ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പാഴ്ചെടികൾ വെട്ടിമാറ്റണം എന്ന് കഴിഞ്ഞ നമ്മുടെ വാർഡ് സംഗമത്തിൽ 1-2 ആളുകൾ പറഞ്ഞപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഉടൻ തന്നെ അത് വെട്ടിമാറ്റും എന്നുള്ളത്. വാർഡിലെ എല്ലാ പ്രദേശങ്ങളും ഈ പാഴ്ചെടികൾ വെട്ടിമാറ്റി വളരെ ശുദ്ധീകരിക്കുക എന്നുള്ള യജ്ഞത്തിലാണ് നമ്മൾ. അതുകൊണ്ട് പൊതുജനങ്ങൾ സഹകരിക്കണം. മാത്തൂർ ചെങ്കരയൂർക്കാവ് തുളസി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, PV അബ്ദുൽ ഖാദർ, PK പ്രിയകുമാരൻ എന്നിവർ സംസാരിച്ചു. G പ്രസീല സ്വാഗതവും ഇന്ദ്രപ്രസാദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കായിക താരങ്ങളെയും ആദരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് SSLC +2 വിജയികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. അനുമോദന സദസ്സ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് മേജർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉപഹാര സമർപ്പണം നടത്തി. ശരൺ അപ്പു വിശിഷ്ടാതിഥിയായിരുന്നു. ബാങ്ക് സെക്രട്ടറി M മോഹൻകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി M സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ATM കവർച്ചാശ്രമം. പ്രതി ഒഡീഷ സ്വദേശി സുനിൽ നായിക് പോലീസ് കസ്റ്റഡിയിൽ. മോഷണശ്രമം നടന്നത് പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMൽ. സമീപത്തെ ഒരു കടയും പ്രതി കുത്തി തുറന്നു. 1ാം ക്ലാസ്സിലെ വിദ്യാലയ പ്രവേശനത്തിന് കുട്ടികളുടെ ആധാർ സമർപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിക്കണമെന്ന് KPST പാലക്കാട് അസോസിയേഷൻ നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേറിട്ട പദ്ധതിയുമായി ഒറ്റപ്പാലം BRC. ഒറ്റപ്പാലം BRCക്ക് ഒരു കത്ത് പദ്ധതിക്ക് തുടക്കം.
വാണിയംകുളം മാന്തന്നൂർ റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് BJP. പാതയിലെ കുഴികളിൽ ഭരണാധികാരികളുടെ മുഖം പതിച്ച വാഴകൾ നട്ട് പ്രതിഷേധം. 2021 നിർമ്മാണോദ്ഘാടനം നടന്ന പാത ഇന്നും അവഗണനയിലെന്ന് BJP നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.